ഈ യാത്ര പോണത് വയനാട്ടിലെ ചൂരൽമലയിൽ കണ്ടു. കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈ 30, നമ്മൾ ആരും തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു തീയതിയാണത്. ഈ വലിയ ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള ചൂരൽമല, അതൊരു വീഡിയോയിലൂടെയാണ് കണ്ടിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നത്. ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അതാണ് വയനാട്ടിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ. കേരളത്തിൽ എടുത്തു പറയാൻ പറ്റിയ അതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് വയനാട്. അങ്ങനെ മേപ്പാടി എത്തി. മേപ്പാടി ജൂലൈ 30 റെസ്റ്റോറൻറ്റ്, നമ്മൾ ആരെ മനസ്സൊന്നും പോകാത്തൊരു റെസ്റ്റോറൻ്റാണത്. ഓർമ്മല്ലേ ഇതാരതാന്നുള്ളത്? അവിടുന്ന് ഞങ്ങൾ ചൂരൽമല ലക്ഷ്യം വെച്ച് നീങ്ങി. ഏകദേശം 4-4:30 മണിയായിട്ടുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ചൂരൽമല അങ്ങാടിയിലെത്തി. ചൂരൽമല അങ്ങാടിയിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ, ശരിക്കും പാലം കടന്ന് പോകണമെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ വേണം. അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങാടി തന്നെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, 100 കണക്കിന് ആളുകൾ അവിടുന്ന് കാണാതായതും മരണപ്പെട്ടതുമായിട്ടുള്ള അവരെ ഫോട്ടോ ആണ്. പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അല്ലാതൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ട്രീ വാലി റിസോർട്ടിൻ്റെ ജീപ്പായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അങ്ങനെ അതിലൂടെ നമുക്കറിയാം, ഈ പാലം നമുക്കെല്ലാവർക്കും വലിയ പരിചയമുള്ളൊരു പാലം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് അന്ന് നമ്മുടെ പട്ടാളത്തിൻ്റെ ദ്രുതഗതിയിൽ ഈ ഒരു പാലം പണിഞ്ഞതൊക്കെ. ആ പാലത്തിലൂടെ ഞങ്ങൾ മെല്ലെ അക്കരയ്ക്ക് നീങ്ങി. ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരുന്നവരും അല്ലാതെയൊക്കെ ഉണ്ട്. പെർമിഷൻ എടുത്തിട്ട് പോകുന്നവരും, മുകളിൽ അവരെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടുത്തെ ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഈ പാലം ഇങ്ങനെ കടക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വരുന്നത് അന്നത്തെ കാഴ്ചകളാണ്. നമുക്കറിയാം, അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവപ്പെട്ടതും ഈ പാലത്തിലൂടെ അക്കരയ്ക്ക് ആളുകൾ പോയതും വന്നതൊക്കെ തന്നെ. ഞങ്ങൾ സുഹൃത്തുക്കൾ 3 ആളാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബഷീർ, അതുപോലെ തന്നെ സലാം അന്നത്തെ ഈ ഒരു ദൗത്യത്തിലൊക്കെ പങ്കെടുത്ത ഒരാളും കൂടിയാണ്. ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ അവിടെ എത്തി അതിന് വേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും കഴിവിൻ്റെ പരമാവധി അതിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറിയൊരു കയറ്റം കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ആ പള്ളി കാണുന്നത്. ആ പള്ളിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ഒരു അങ്ങാടി വലിയ സജീവമായിട്ട് എന്നും ഉണ്ടാകുന്ന ഒരു അങ്ങാടിയായിരുന്നു അല്ലേ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ 2 സൈഡിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പല്ല. എനിക്ക് ആ പള്ളി കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം, കയറി കാണണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയപ്പോൾ സത്യത്തിൽ ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ്. പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും ഞാനിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട്. അതാണ് ആ താഴെ ഭാഗത്തേക്കാണ് വെള്ളം, കല്ലും ചളിയെല്ലാം ഒലിച്ചു പോയത്. കണ്ടില്ലേ ഈ ഒരു പാറക്കല്ല്. ഈ പാറക്കല്ല് ആ വെള്ളം ഒലിച്ചു വരുമ്പോൾ, ചളിയും മണ്ണൊക്കെ ഒലിച്ചു വരുമ്പോൾ അവിടുന്ന് തെറിച്ച് ഈ സൈഡിലേക്ക് കൊണ്ട് കയറിയതാണ്. കണ്ടോ, ആ മുകൾ ഭാഗത്തു നിന്നാണ് ഇത് പൊട്ടിയിട്ട് ഒലിച്ചു വന്നത്. ഒരു കാറ് കണ്ടില്ലേ താഴെ വന്ന് കിടക്കുന്നത്? ആരുതാ കാറെന്ന് ആർക്കറിയാം. ആ പള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഒരുപാട് ചിന്തകളാണ് മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ആ മെമ്പറിൻ്റെ ഒക്കെ ഒരു കോലം കണ്ടില്ലേ? എല്ലാം ആ ഭാഗം ഒന്നായിട്ട് ഇടിച്ച് പൊളിഞ്ഞു പോയി. പിന്നെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചളികളൊക്കെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നിസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ ഉള്ളിൽ ഹൗദിൻ്റെ ഭാഗമാണിത്. ഹൗദൊക്കെ അതങ്ങനെ കിടക്കുന്നുണ്ട്. മൂലയിൽ അതാക്കണം എന്തോ വാടക കൊടുക്കുന്ന ചെമ്പുകളോ എന്തോ ആയിരിക്കും. അതെല്ലാം കൂടി ഇതാ നാശമായി കിടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം 5 നേരം സജീവമായിക്കൊണ്ടിരുന്ന ഒരു പള്ളി, 5 നേരം ആളുകൾ വന്ന് നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പള്ളി ഇപ്പോൾ ആരുമില്ല നോക്കാൻ, കാണാൻ. അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല. അങ്ങനെ അവിടുത്തെ ദുരന്ത കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് അവിടെ താമസിച്ചിരുന്ന, ആ ദുരന്ത പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളെ വണ്ടിയിൽ താഴേക്ക് ഇറക്കാൻ വേണ്ടി വന്നത്. എവിടെ പോയാലേ നമുക്ക് ഈ വൈകുന്നേരം ഈ നാട്ടിലെത്തുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഫ്രഷ് എയറും. ആ വലിയ ദുരന്തത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അയാൾ. ഇതൊക്കെ അവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നും ആരുമില്ലപ്പോൾ. പിന്നെ ഞങ്ങൾ പോയത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഹൃദയഭൂമിയിലേക്കാണ്. വല്ലാത്തൊരു കാഴ്ചയാണ് അവിടെ. ഇതുപോലുള്ള ഒരു സ്ഥലം നമ്മൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്.
നമ്മളെ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള നാനാ മതസ്ഥരായിട്ടുള്ള ആളുകളെ മറവ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലം. ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ, ഈ ഭൂമിയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ആണും പെണ്ണും പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും, കുട്ടികളും എല്ലാവരെയും, അവരെ ശരീരം മുഴുവനായിട്ടുള്ളവരുണ്ട്, പകുതിയായിട്ടുള്ളവരുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടുള്ളവരുണ്ട്, എല്ലാം അതാ ഈ ഒരു ഭൂമിയിൽ അടക്കിയിട്ട് പടച്ചോൻ നമ്മൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുക്കി തന്നതാണോ എന്ന് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ഒരു ഭൂമിയാണ് ഹൃദയഭൂമി എന്ന് പറഞ്ഞത്. ഇതുപോലൊരു ഹൃദയഭൂമി നമ്മളെ ഈ ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ഓർത്തുപോയി. കാരണം ഓരോരുത്തരും അവരവരെ വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്ത സ്ഥലങ്ങൾ വന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പരിപാലിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും. ഈ കാഴ്ചകളൊന്നും നമുക്ക് കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. 3 സഹോദരങ്ങൾ, അവർ 3 ഇതിലാണ് കിടക്കുന്നത്. അവരെ വളരെ പ്രിയപ്പെട്ടവരാരോ അവർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജാതിയും മതവും പറഞ്ഞ് അടികൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാമനും റഹ്മാനും തോമസും ഒക്കെ ഒരു പറമ്പിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അന്തി ഉറങ്ങുന്നൊരു കാഴ്ച, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വലിയൊരു പാഠം നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിലും തൽക്കാലം നമ്മളൊക്കെ അത് ഓർക്കും, പിന്നെ നമ്മളൊക്കെ മറക്കൂലേ. അതല്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അല്ലേ. ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരെ ഉപ്പമാർ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കൾ, അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും അടികൂടുന്ന എത്ര മക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. നമ്മളുണ്ടാക്കിയ സ്വത്തോ മുതലൊന്നുമല്ല, ആരോ ഉണ്ടാക്കിയ മുതൽ ഊരി വെക്കുന്നതിന് വേണ്ടിയിട്ട് കച്ചറ കൂടി അടിയും പിടിയും കുത്തും വെട്ടും കൊലപാതകവും നടക്കുന്ന നമ്മളെ ഈ നാട്ടിൽ അയൽവാസികൾ തമ്മിൽ ഒരിത്തിരി ഭൂമിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭൂമിയുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് അവൻ്റേത് കുറച്ചൊരിത്തിരി ഭൂമി ഇങ്ങോട്ട് പിടിച്ചെടുക്കുന്ന എത്ര കാഴ്ചകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് വീടുകളും സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയത് എല്ലാം ഒരു നിമിഷം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എല്ലാം ദരിദ്രനായി മാറിയ ഒരുപാട് ആളുകളെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത്രയേ ഉള്ളൂ ഭൂമി, ഇത്രയേ ഉള്ളൂ നമ്മളെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഈ അങ്ങാടിൻ്റെ ഒരു പഴയ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് സജീവമായിട്ടുള്ളൊരു അങ്ങാടിയായിരുന്നു അല്ലേ. വൈകുന്നേരങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആളും ബഹളും, പണി കഴിഞ്ഞ് വരുന്നവരും പോകുന്നവരും, വണ്ടിയും കച്ചവടക്കാരും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്നവരും, അമ്പലവും പള്ളിയും എന്തൊക്കെ ഉണ്ടായിരുന്നൊരു അങ്ങാടിയാണിപ്പോൾ. ഇപ്പോൾ അവിടെ ആകെ 2-3 കടകളുണ്ട്, വളരെ കുറഞ്ഞ ആളുകളുണ്ട്, ലൈറ്റും വെളിച്ചമൊന്നുമില്ല. കുറച്ച് ആളുകൾ അവിടെയും ഇവിടെ ഓട്ടോറിക്ഷക്കാരുമായിട്ട് മാത്രം അവിടെ ഉണ്ട് ഇപ്പോൾ. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് സജീവമായിട്ടുണ്ടായിരുന്ന കടകളാണ്. നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്ന നമ്മളെ സ്വത്തും മുതലും സൗന്ദര്യവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടാനും മാറി മറിയാനും സെക്കൻഡുകൾ മതി. പ്രിയപ്പെട്ടവരെ, സ്വത്തും മുതലും മാത്രമല്ല ജീവിതം. സ്വത്തിൻ്റെയും മുതലിൻ്റെയും പേരിൽ മാത്രം അടിയും പിടിയും കച്ചറയായിട്ട് പിണങ്ങി നിൽക്കുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ കുടുംബത്തിലില്ലേ ഒരുപാട് ആളുകളില്ലേ. അവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മൾ ഉണ്ടാക്കിയ സ്വത്തും മുതലൊന്നും നമുക്ക് ബാക്കിയായിട്ടുണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് അവിടെ പോയിട്ട് ആ കാഴ്ചകളൊന്ന് കണ്ടാൽ മാത്രം മതി. പിന്നെ നമുക്ക് സ്വത്തും വേണ്ട, മുതലും വേണ്ട. നമുക്കുള്ള ജീവിതം വളരെ കുറഞ്ഞ കാലമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ആ ജീവിതം കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരോട് നല്ല രീതിയിൽ നിന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്നേഹിച്ച് പരസ്പരം കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കുക. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വിറങ്ങലിച്ച മനസ്സോട് കൂടിയിട്ട് രാത്രി ഒരു 8:30 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ചുരം ഇറങ്ങിപ്പോന്നു.